ഞാൻ റോസ്മലയിലേക്ക് പോകണം കേട്ടോ. റോസ്മലയിലേക്ക് പോകാനായിട്ട് നമ്മൾ കാടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല ഈ ഒരു ആറ് കാടിനകത്തൂടെ വരുന്നതാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടതുകൊണ്ട് ഈ ഒരു ആറ് ഇങ്ങനെ ക്രോസ് ചെയ്ത് താഴേക്ക് പോവുകയാണ്. ഈ റോഡിനെ മുറിച്ച് കടന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കാനുള്ള കാരണം. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങിയപ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. പിന്നെ ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ. നമ്മൾ ഈ കാല് വിട്ടിട്ട് ഇവിടെ ഒരു പാറയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ നിന്ന് കാല് തറക്കിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ചെറിയ മീനുകളൊക്കെ വന്ന് ഇങ്ങനെ കൊത്തിപ്പറിച്ച് ഇരിക്കും. അപ്പോൾ അതെല്ലാം കാലൊന്ന് ചമ്മണപ്പൂട്ടിയൊക്കെ ഒന്ന് ഇരുന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതെ നല്ലൊരു ഇതായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല മനസ്സോടെ പീസ്ഫുൾ 100% ആകും കേട്ടോ. പക്ഷേ റേഞ്ച് ഇല്ല ഇവിടെ, സിമ്മിന് റേഞ്ച് ഇല്ല. അപ്പോൾ അതേ ഉള്ളൊരു കുഴപ്പം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 6 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകാം, എന്നാൽ മാത്രമേ റോസ്മലയിലേക്ക് എത്തത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വൈഫിനും പിന്നെ ആദിക്കും ആമിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ, റോസ്മലയിലേക്ക്. അടിപൊളി. ഈ കാട്ടിന് നടുക്കൂടെ വരുന്നുണ്ട് ഒരുപാട് ഈ ഔഷധ സസ്യങ്ങളൊക്കെ തഴുകിയായിരിക്കാം ഈ ഒരു വെള്ളം താഴേക്ക് ഒഴുകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് റോസ്മല വ്യൂ പോയിന്റ് എത്താൻ 6 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോകണം. ഇത് ഫോറസ്റ്റ് ഏരിയയാണ്, അതുകൊണ്ട് തന്നെ വന്യജീവികൾ ഉണ്ടാകും, സൂക്ഷിച്ചു പോവുക. റോസ്മല വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പരമാവധി കുറച്ച് ഹൈറ്റുള്ള വണ്ടികൾ ചൂസ് ചെയ്യുക. റോഡില്ലാത്ത ഏരിയ ഉണ്ട്, അവിടെയൊക്കെ വണ്ടിയുടെ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. ഹൈ റേഞ്ച് ട്രിപ്പൊക്കെ പോകുന്ന ഒരു ഫീലാണ് റോസ്മലയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത്. കഴുതറട്ടിയിൽ വാഹനം പാർക്ക് ചെയ്ത് ജീപ്പ് സർവീസ് അവൈലബിൾ ആണ്. സോ വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വേണ്ടത് ചെയ്യുക. ഞാൻ യൂസ് ചെയ്തിരുന്ന വണ്ടി സ്വന്തം വാഗനറാണ്. വണ്ടിക്ക് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ല. റോസ്മലയ്ക്ക് പോകും വഴി കാടിനകത്തുകൂടി വരുന്ന ജലമാണിത്. ഇവിടെ എല്ലാവരും ഇറങ്ങി കണ്ടിട്ടാണ് പോകാറ്. നല്ല തണുപ്പാണ് കേട്ടോ ഉള്ളതിന്. ആമയ്ക്കും ആദിക്കും ഒക്കെ ഇഷ്ടമായി. ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ചെലവഴിച്ചു. റോസ്മലയിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് അരുവികളൊക്കെ ഉണ്ട്. കാടിനകത്തുകൂടി യാത്ര ചെയ്യുന്ന ഫീൽ ഒരു രക്ഷയില്ല കേട്ടോ, അത്ര മനോഹരമാണ്. ലൈഫിൽ നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് റീഫ്രഷായി. ശെന്തുരുണി വന്യജീവി സങ്കേതത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണിത്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാലരുവി വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ. പാലരുവിയിലെ കാഴ്ചകൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആകും. എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് ബസ്സിലോ ട്രെയിനിലോ ആണെങ്കിൽ ആര്യങ്കാവ് ഇറങ്ങുക. സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ കൊല്ലം, പുനലൂർ, തെന്മല വഴി ആര്യങ്കാവിലെത്തുക. ഈ ആര്യങ്കാവ് എന്ന് പറയുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. റോസ്മലയ്ക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും എൻജോയ് ചെയ്തു. ഇനി ഇവിടുന്ന് 6 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാലാണ് റോസ്മലയിൽ എത്തിച്ചേരുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2-ൽ റോസ്മല വ്യൂ പോയിന്റ് ആണ് കൊടുക്കുന്നത്. ഇത് കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലം തന്നെയാണ്. ഈ യാത്രയെ മനോഹരമാക്കുന്നത് റോസ്മലയിലെ വ്യൂ പോയിന്റ് മാത്രമല്ല, കാടിലൂടെയുള്ള യാത്രയും വന്യമൃഗങ്ങളും ഹൈ റേഞ്ച് യാത്രയും ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും നല്ല തണുത്ത കാറ്റും ഒക്കെയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഐ വിൽ ബി ബാക്ക് വിത്ത് സെക്കൻഡ് പാർട്ട്, ദാറ്റ് മീൻസ് റോസ്മല വ്യൂ പോയിന്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.